ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം കുറച്ച് നാളായിട്ട് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഞങ്ങളുടെ ഗോവൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണിത്. ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി വളരെ സന്തോഷത്തിൽ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ വ്ളോഗിൽ പറയാം. അപ്പം അതേക്കൂടി ചെറിയ ന്യൂസ് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് വായിക്കാനല്ല, ആക്ച്വലി താഴെ വിരിച്ചിട്ട് ഞങ്ങൾക്ക് പെട്ടിയൊക്കെ വെക്കാനായിരുന്നു. കാർത്തി എന്തായാലും ട്രെയിൻ എന്ന് പറയുന്നത് ഒരു വണ്ടി ഫുള്ളുള്ളൊരു ജേണി ആയതുകൊണ്ട് തന്നെ മോന് അവനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ച് കാണാതെ വെച്ചിരുന്നു. അപ്പം പെട്ടെന്ന് അത് കയ്യിൽ കിട്ടുമ്പോൾ കുറേ നേരം അത് വെച്ചിട്ട് ഇരിക്കും. നമ്മളിപ്പോൾ ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരത്തിനെ കാണിച്ചു തരാം. എല്ലാവർക്കും ഹലോ. ഹായ് ഹലോ. എവിടെ പോവാണ്? ഗോവ. കാച്ചു പറ, കാച്ചു എന്തെങ്കിലും പറ. ഗോവന് പോവാനു. വേറെ എല്ലാരും ഉണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് കയറിയുണ്ട്. ശരത്ത് ആറ്റിങ്ങലിൽ നിന്നാണ് വന്നത്. അപ്പം അമ്മ നല്ല പൊതിച്ചോറൊക്കെ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ചോറ് ശരത്തിൻ്റെ കയ്യിൽ നമുക്ക് കൊടുത്തു വിട്ടു. പിന്നെ രാത്രിത്തെ ഫുഡ് ചപ്പാത്തിയും ചിക്കനും അതും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഫൈനലി ഞങ്ങൾ TVM സ്റ്റേഷനിലെത്തി. അവിടെ ഞങ്ങളെ വിളിക്കാനായിട്ടൊരു ക്യാബ് ഡ്രൈവർ ഉണ്ടായിരുന്നു. മുത്തു എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഞങ്ങൾ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തു. കറക്റ്റ് ടൈമിൽ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലെത്തിച്ചു. രാവിലെ ഒരു 7-8 മണിയപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. കാരണം ഞങ്ങൾക്കവിടെ റൂമൊന്നും ബുക്ക്ഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ റൂംസ് ഒന്നും ബുക്ക് ചെയ്യാതെയാണ് ഈ ടൂർ പ്ലാനേഴ്സ് ആക്ച്വലി ഞങ്ങളുടെ നിന്ന് ക്യാഷൊക്കെ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആക്ച്വലി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഫുൾ ഉടായ്പാണേ. ഞങ്ങളടുത്ത് പോയി ഫ്രഷിനൊക്കെ ആവും, നിങ്ങൾ ഇവിടെ തന്നെ വാഷ്റൂം യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്നും തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫൈനലി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണിട്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുഴപ്പമില്ല, നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നും കാച്ചു ഫുഡൊക്കെ കഴിക്കുന്ന സീനാണേ. സെറ്റപ്പൊന്നും കൊള്ളില്ല. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ ഓക്കെ ഫ്രഷൊക്കെ ആയല്ലോ, ഇനി നിങ്ങൾ പോയി ഇന്നത്തെ ഡേ കവർ ചെയ്യൂ, നിങ്ങളുടെ ലഗേജൊക്കെ ഹോട്ടലിൽ തന്നെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, ഇവരെ വാക്ക് വിശ്വസിച്ചിട്ട്. അങ്ങനെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കിവിടെ റൂമൊക്കെ റെഡിയാണ്, പക്കയാണ് എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ പറഞ്ഞയച്ചത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ക്യാബ് ഡ്രൈവർ കറക്റ്റ് ടൈമിൽ പുള്ളി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുന്നു. ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ട് എവിടെയാണ്, അടുത്ത കാണാനുള്ള പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ അവിടോട്ട് പോവുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പിൽ ഞങ്ങൾക്കൊരു നല്ലൊരു ഡ്രൈവറിനെ കിട്ടിക്കാൻ പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ സ്പോട്സും ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുകയും എന്തൊക്കെ അവിടെ ചെന്നിട്ട് കാണണം എന്നുള്ള ഡീറ്റെയിൽസ് പറയുകയൊക്കെ ചെയ്തു. പിന്നെ പുള്ളി കറക്റ്റായിട്ട് ഒരു ലാഗ് പഠിപ്പിക്കാതെ എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തുകയും ചെയ്തു. ഇതാണ് ഞങ്ങൾ ഇനി പോകുന്ന പ്ലേസാണ്. ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്ത പ്ലേസ്. ഹോട്ടൽ റൂമിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ ഞങ്ങൾക്ക് ആക്ച്വലി ട്രിപ്പിൽ വേറെ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. ആക്ച്വലി ഓഫ് സീസണാണ് ഗോവയിലെങ്കിൽ പോലും അവിടെ മഴയൊക്കെ ആണെങ്കിൽ പോലും മഴ പോലും ഞങ്ങൾ ചതിച്ചില്ല ആക്ച്വലി. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റി. ഞങ്ങൾ എല്ലാ ട്രിപ്പും കഴിഞ്ഞ് പിന്നെ വണ്ടി കയറിയത് ശേഷമാണ് ഭയങ്കര മഴ പെയ്തത്. അതായത് ഞങ്ങൾക്ക് പിന്നെ സ്റ്റേഷനിൽ പോയി പിന്നെ ട്രെയിൻ കയറിയാൽ മതിയായിരുന്നു. അപ്പം അതുപോലെ ആൾക്കാരാണെങ്കിലും ഒരുപാട് ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു കാണാൻ പോകുന്ന പ്ലേസസൊക്കെ. അതുകൊണ്ട്
കാമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഞങ്ങൾക്ക് തള്ളലോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഓഫ് സീസൺ ഈസ് എ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഗോവ. സോ ഞങ്ങൾക്കത് മനസ്സിലായി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഗ്വാദ് ജയിലാണ്. അഗ്വാദ് ആക്ച്വലി ഒരു ജയിലും പിന്നെ അതുപോലെ തന്നെ ഒരു പോർട്ട് കോംപ്ലക്സും കൂടെ ചേർന്ന ഒരു സംഭവമാണ്. അപ്പം അഗ്വാദ് പോർട്ട് ആൻഡ് ജയിൽ കോംപ്ലക്സോ അങ്ങനെ എന്തോ ആണ് ആക്ച്വലി. അപ്പം ഇതിനകത്ത് പണ്ട് ഇവിടെ ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ 2015 വരെ ഇതൊരു സ്റ്റേറ്റ് സെൻട്രൽ ജയിലായിട്ടാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയുടെ. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിന് ശേഷം തൊട്ട് ഇതൊരു മ്യൂസിയം സൈറ്റായിട്ട് ഗോവ മാറ്റിയിട്ടുണ്ട്. അപ്പം അവരുടെ തന്നെ ലിബറേഷൻ സ്റ്റോറീസൊക്കെ അവരുടെ സ്ട്രഗിൾസ് അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഈ അഗ്വാദ് ഫോർട്ട് അല്ലെങ്കിൽ അഗ്വാദ് ജയിൽ എന്ന് പറയുന്നത്. അഗ്വാദ് ഫോർട്ട് വേറെയുണ്ട്, ഇത് ഫോർട്ട് അല്ല, ഇത് അഗ്വാദ് ജയിലാണ്. ഓക്കെ, ഭയങ്കര നല്ല സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ അവിടുത്തെ എൻട്രി ഫീസ് ഭയങ്കര കൂടുതലാണ്. ഒരാൾക്ക് അവർ 700 രൂപ വെച്ചെന്തോ വാങ്ങിയിട്ടുണ്ട്. 700 500 ഞാനിപ്പോൾ ഓർക്കുന്നില്ല, 500 700 ആണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്തത്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു വർത്തായിട്ടുള്ളൊരു പ്ലേസാണ്. കാരണം അതിനകത്ത് അവർ കുറേ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ഡെമോ ഒക്കെ ഉണ്ട്, കാണിച്ചു തരും നമുക്ക് അവർ അതിനകത്ത് പോകുമ്പോൾ. പിന്നെ അവരുടെ പുരാതന കാലത്തുള്ള ജയിൽസും ഫ്രീഡം ഫൈറ്റേഴ്സൊക്കെ കിടന്നിട്ടുള്ള ജയിലൊക്കെ കാണാൻ പറ്റും. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനകത്ത്. നമ്മുടെ ഗോവൻ ഹിസ്റ്ററിയൊക്കെ അവിടെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പോകും. ഈ സ്ഥലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇവരുടെ വാഷ്റൂമാണ്. ആക്ച്വലി വാഷ്റൂം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഗോവയിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ വാഷ്റൂം അടിപൊളിയായിരുന്നു. നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുന്ന ഭയങ്കര വൃത്തിയുള്ള, നമുക്ക് ആ വാഷ്റൂം കണ്ട് അവിടെ കിടക്കാൻ തോന്നും, അമ്മാതിരി നല്ല വാഷ്റൂംസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ആക്ച്വലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുറേ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഈ ഡോഗിൻ്റെ ഫോട്ടോഗ്രാഫാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് അവിടെ ഭയങ്കര നല്ല സെൻട്രലൈസ്ഡ് AC-യാണ്. ഭയങ്കര അതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തെന്നും പറഞ്ഞിട്ടോ അവിടെ നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ടൈം റെസ്ട്രിക്ഷനൊന്നുമില്ല. നമുക്ക് അവിടെ കണ്ട് കഴിയുമ്പോൾ മാത്രം ആ ഹാളിൽ നിന്ന് ഇറങ്ങിയാൽ മതി. പക്ഷേ കൂടുതലായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ സംബന്ധിച്ചൊന്നും ഇല്ല. കാരണം ഫുൾ കുറേ പിക്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആക്ച്വലി ബാത്റൂം വരെ ഭയങ്കര നല്ലതാണ്. നമുക്ക് ഭയങ്കര ക്ലീനാ, ഒരു ലക്ഷറി ഫീൽ. എനിക്കൊന്നും ഹോട്ടലിൽ പോലും ഇത്ര നല്ല ബാത്റൂം ഒന്നുമില്ല. നല്ല ആശ്വാസം. ഇവിടെ നിൽക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇത്രയുള്ള എല്ലാ പട്ടിക്കുട്ടിയുടെ ഫോട്ടോ ആണല്ലോ. ശരത്തു എൻ്റെ ഫോട്ടോ എടുത്തരോ? എനിക്ക് ഇപ്പം സ്റ്റോറി ഇടാൻ. സുകുമാരി, മറ്റേ സിനിമയുടെ സുകുമാരിയാണ്. പീരങ്കി, യുദ്ധത്തിന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവര് പീരങ്കി വെച്ചിട്ട് പാസ്പോർട്ട് അത് കാപ്പ. ഇവിടെ കണ്ടോ ഇവിടുത്തെ കല്ലുകൾക്കൊക്കെ എന്തോ പ്രത്യേകത. സോ
അക്വാരിയിൽ നിന്നും തത്സമയം ശ്രുതി തത്സമയം എന്നല്ല കേട്ടോ, ഇതിന് ഏത് കാലത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ കാത്തിയാണ്. കാത്തിയുടെ ട്രോമ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഫുഡ് കഴിക്കാതെയും ഫുൾ അലമ്പായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റൂം കൂടെ കിട്ടിയില്ല. സൂപ്പറായിരുന്നു. വെള്ളം വേണമെന്നും പറഞ്ഞ് അലമ്പ് കാണിക്കുന്നു. ഓടി വീഴല്ലേ? ഇതാണ് ഇവിടത്തെ ജയില് ഗൈസ്. ജയിലിനകത്ത് ഇങ്ങനത്തെ കസേര സൗകര്യങ്ങളൊക്കെയാണോ ഉള്ളത്? ഇതൊക്കെ ഇവരുടെ പണ്ടത്തെ ആൾക്കാരുടെ ചോരയാണോ ഇത്? ആമി കൊച്ച് കാച്ചു ചേട്ടനെ മോചിപ്പിച്ച്. ചേട്ടനാണ് കായംകുളം കൊച്ചുണ്ണി. കായംകുളം കൊച്ചുണ്ണിയുടെ പിന്മുറക്കാരൻ. ഇതിനകത്ത് മറ്റേ നാഗവല്ലിയുടെ ഡാൻസ്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത എന്നെ രക്ഷിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരും. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. ശരത്ത് ചുമ്മാ തള്ളിയത്. വെള്ളം നല്ല വെള്ളം തന്നെ. പ്രസന്റേഷൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഓക്കെ, ദിസ് ലുക്സ് ലൈക്ക് മോർ hero stones. Bandora.
വെയിറ്റിംഗ് എല്ലാം അപ്പൂപ്പനല്ലേ പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഒന്നുമില്ലേ? Same. Come on. Butterfly. Bravo. Yeah. Oh. യെസ് ഗൈസ്, അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അഗ്വാഡ പ്രിസൻ്റെ ലാസ്റ്റ് ഇത്രേ ഉള്ളൂ. കുറേ ജയിലും പിന്നെ അവിടെ കുറേ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളും. ഇതിനാണ് അവർ 200 രൂപ വാങ്ങിച്ചത്. പക്ഷേ വാഷ്റൂം അടിപൊളി, ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ക്ലീൻ. അമ്മേ കൊള്ളാം. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എനിക്ക് വലിയ പിടിയില്ല. ഞാനവിടെ എന്തായാലും ഈ ഒരു വ്ളോഗ് ഈ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി നമ്മളുടെ ഈ ഒരു സീരീസ്, അതായത് എൻ്റെ ഗോവൻ സീരീസിൽ ഫുള്ള് ഞാൻ നമ്മുടെ പോയ ഐറ്റിനറി ഫുൾ അപ്ലോഡ് ചെയ്യും. സോ ദിസ് പ്ലേസ് ഈസ് സോ നൈസ്. ഇവിടുത്തെ എൻട്രി ഫീസൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്തത്, അല്ലാതെ പാക്കേജിൻ്റെ പാർട്ടല്ല. നമുക്ക് ബീച്ച്, കുറേ ബീച്ചസ് ഉണ്ട്, ബഗ്വ ബീച്ച്, കുറേ ബീച്ചസ് ഉണ്ട്. അപ്പോൾ ബീച്ചസിലൊക്കെ ഉള്ള എൻട്രി ഫ്രീ ആണ്. അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എൻട്രി ഫീസൊന്നും ഫ്രീ അല്ല. യു ഹാവ് ടു പേ സെപ്പറേറ്റ്ലി. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത സ്ഥലം എവിടേക്കാണ് നമ്മൾ പോകണേന്നൊക്കെ ഉള്ളത് അടുത്ത വ്ളോഗിൽ കാണിക്കാം. Till then, goodbye from Shruti. Thank you so much for watching this vlog. Stay tuned for more and please subscribe. Bye.